അപ്പം എല്ലാവർക്കും സെഫാം വ്ലോഗ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാലേ മടിയായിരുന്നു വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ പിന്നെയും വന്നിട്ട്, കാരണം വെച്ചാൽ മൊത്തത്തിൽ വർക്കും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വ്ലോഗ് എടുക്കാനൊന്നും ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. സൺഡേ ആണ് ഇന്നോ ദിവസം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു വ്ലോഗ് എടുത്തേക്കാം. ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കുന്നത് ഞാൻ പുറത്തോട്ടൊക്കെ പോകാമെന്ന് വെച്ചു. അപ്പം നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഓൾഡ് ടൗണിലേക്ക് പോകണം. ലിത്വേനിയയിൽ കൗനസിലുള്ള ഓൾഡ് ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കണ്ട് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ട് ഇവിടെ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. 9 മണിയത്തെ വെട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വെട്ടമാണ് പുറത്തെന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ പടക്കുതിര കിടപ്പുണ്ട്. പടക്കുതിര എടുത്തിട്ട് നമ്മൾ നേരെ ഓൾഡ് ടൗണിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഓൾഡ് ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾഡ് ടൗണിൽ എത്തിയിട്ട് കേട്ടോ, ഇവിടെ സൈഡിൽ മൊത്തം വണ്ടികളാണ്, ആൾക്കാർ മൊത്തം നിറയും. അങ്ങനെ ഇപ്പോൾ ലിത്വേനിയയിൽ വിൻ്ററൊക്കെ മാറി സമ്മറായി തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പൊതുവെ സമ്മറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വടം പോലില്ലേ, മൊത്തത്തിൽ സ്നോയൊക്കെ വീണ് കിടക്കുമ്പോഴത്തേന് അത് കുറേ നാൾ നമ്മളിങ്ങനെ കണ്ടുകണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഈ കളറൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് കാണാൻ വേണ്ടി. അതുകൂടാതെ ഈ പൂക്കളൊക്കെ ഇവിടുന്ന് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൂടാതെ ഈ ഗവൺമെൻറ് ആണല്ലോ ഈ സൈഡിലാണല്ലോ അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വിൻ്റർ കഴിയുമ്പോഴത്തേനും ഇത് മൊത്തം നല്ല രീതിയിൽ വാടിപ്പോയി കിടക്കുന്ന സാധനം എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 14th സെഞ്ച്വറിയിലാണ് ഈ കൗനസ് കാസിൽ നിർമ്മിച്ചിട്ടുള്ള വർഷം എന്ന് പറഞ്ഞാൽ. കൗനസ് കാസിലെ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് യൂറോപ്പിൽ ആദ്യമായിട്ട് ഗൺ പൗഡർ ടെക്നോളജി വന്ന സമയത്ത് ആ ഒരു ടെക്നോളജി ആ കാസ്റ്റിൻ്റെ അകത്തിരുന്ന് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാസ്റ്റിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പണിയെല്ലാം നടത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ തന്നെ കാണാം. ആ സൈഡിൽ കൂടെ ഓരോരോ ഗ്യാപ്പ് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കാസ്റ്റിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സോൾജേഴ്സിന് ഗൺ പൗഡർ ടെക്നോളജി ഉപയോഗിച്ച് ഗണ്ണുകളൊക്കെ ഉപയോഗിക്കാൻ തക്കാനായിട്ടാണ് അവിടെ പണിതിട്ടുള്ളത്. പിൽസിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി വായിക്കാവുന്നതാണ്. പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് വായിക്കാനുള്ള ആ ലാംഗ്വേജിലുള്ളൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പോൾ ഈ ടൈമിൽ. അതിന് നേരെ നമ്മൾ കൗനപ്പിൽസിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടി കയറി വന്നപ്പോഴത്തേന് തേണ്ട കുറേ ബൈക്കുകൾ ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. അതായത് പൊതുവേ ലിത്വേനിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ബൈക്കുകളും കാറുകളും ഒക്കെ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് സമ്മറാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ കൗനസിലെ ടൗൺ ഹാൾ സ്ക്വയറാണ്. നമ്മുടെ കൗനസിൻ്റെ ഹൃദയഭാഗമായ സ്പോട്ടാണിത്. ഇവിടാണ് എല്ലാ മെയിനായിട്ടുള്ള പരിപാടികളുടെയും സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്തായാലും വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് പൈസ അടയ്ക്കണം എല്ലായിടത്തും. ഏകദേശം ഇപ്പം നമ്മളൊരു 50 സെൻസ്, അത് ഒരു 50 സെൻസിനും കൊണ്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിടാം. അപ്പം അത് പാർക്ക് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമുക്ക് പേയ്മെൻറ്റൊക്കെ നടത്തുക. അതിന് ശേഷം നമ്മൾ നേരെ പോയി അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു റെസിപ്റ്റ് നമുക്കിപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ റെസിപ്റ്റ് എടുത്ത് നേരെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് വെക്കുക. അതിന് ശേഷം ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് എവിടെ അത് പോകേണ്ടതെന്ന് വെച്ചാൽ പോവുക. അവർ ചെക്ക് ചെയ്യേണ്ടവരൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ തന്നെ ആ സംഭവം അവിടെ ഉണ്ടാവണം. ഇൻ കേസ് നമ്മൾ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 50 സെൻറ്റിൻ്റെ കാര്യമാണ്, അല്ലെന്നുണ്ടെങ്കിൽ 10-25 € വെറുതെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം അത് പേ ചെയ്യണമെന്നുള്ള കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ടൗൺ ഹാൾ സ്ക്വയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇവിടെ ലിത്വേനിയ വന്നതിന് ശേഷം എനിക്ക് കണ്ടതിലും വെച്ച് ഏറ്റവും ഭംഗിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളാണെങ്കിലും ഇവിടുത്തെ ഓരോരോ ആൾക്കാർ കടന്നു വരുമ്പോഴും ഇവിടെ കുറേ വിസിറ്റേഴ്സൊക്കെ കടന്നു വരുന്ന ഏറ്റവും അടിപൊളിയായിട്ടൊരു സ്പോട്ട് തന്നെയാണ് ടൗൺ ഹാൾ സ്ക്വയർ. ഇവിടെ തന്നെയാണ് എല്ലാ പരിപാടികളിലും സ്റ്റാർട്ടിങ്. അതായത് ഈ കൗൺസിലിൻ്റെ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കും ഈ ക്രിസ്മസിനാണെങ്കിൽ പോലും മെയിനായിട്ടുള്ള ക്രിസ്മസ് ട്രീ കോമ്പറ്റീഷൻ നടക്കും. ഓരോരോ കൗൺസും വില്ലൻസും തമ്മിലുള്ള, അത് ഓരോരോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഓരോരോ ഇതൊക്കെ ഉണ്ടാവും കോമ്പറ്റീഷൻസ്. അപ്പോൾ ആ കോമ്പറ്റീഷൻ നടക്കുമ്പോഴത്തേന് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുള്ള ഇവിടെ ഇൻ കേസ് നിങ്ങൾ ആ ക്രിസ്മസ് ട്രീ ഒന്നും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോസ് അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാമെന്ന്. അത് കണ്ടോ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ. ഇപ്പോൾ ഓൾറെഡി ഈവനിങ് ടൈമാണ്, നല്ല രസമാണ്. സ്കൈയൊക്കെ കാണാനും ഇവിടുത്തെ ബിൽഡിങ്ങും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കാണാൻ അടിപൊളിയാണ്. ഒരു സൈഡിൽ നിന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഇതാണ് ടൗൺ ഹാൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പ്രാവശ്യം അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ പോലും ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു മാരത്തോൺ റേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടികളുടെയാണ് അവിടെ സ്റ്റേജൊക്കെ കണ്ടത്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അടിപൊളിയായിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഒത്തിരി മനുഷ്യർ വന്ന്
ഇപ്പോൾ സമ്മറായി കഴിയുമ്പോഴത്തേനാണ് മെയിനായിട്ടുള്ള സ്പോട്ടുകളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡുകളിൽ മൊത്തം പുറത്തായിട്ട് ഇങ്ങനെ കടകളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളിയാണ്. രാത്രി എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു സൈഡിൽ നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് അടിപൊളി ഒരു പാലവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആൾക്കാരൊക്കെ ആയിട്ട് ഗെറ്റ് പോലെ വന്നിരിക്കുന്ന സ്പോട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയും. നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സെൻട്രാസിൽ, അതായത് ടൗണിസിൻ്റെ സെൻറ്ററായിട്ടുള്ള സ്ഥലത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണിത്. ഇതാണ് ലൈസ്വോയ്സ് അലയ സ്ട്രീറ്റ്. ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള സെൻറ്റ് മൈക്കിൾ ദ ആർക്കേഞ്ചൽ ചർച്ച് എന്നുള്ള ചർച്ചാണ് നിങ്ങൾ ഈ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ലിത്വേനിയയിൽ വന്നപ്പോൾ തൊട്ടാണെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്. പ്രത്യേകിച്ച് ഈ ഒരു ചർച്ചിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എത്രമാത്രം എനിക്ക് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്നറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ വേറൊരു ഫോട്ടോയും കൂടെ ക്ലിപ്പ് ചെയ്ത് വിടാം. അടിപൊളിയാണ് അത് കാണാൻ വേണ്ടി. ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 തരത്തിലുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചു. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെല്ലാം ചെയ്തതിന് ശേഷം വെക്കേഷനായിട്ടുള്ള സാറ്റർഡേ സൺഡേ എൻജോയ് ചെയ്യുന്ന കുറച്ച് വിഭജന ആൾക്കാരെയും, പിന്നെ ഒരു സൈഡിൽ നിന്ന് ഈ സ്റ്റുഡൻസ് ആയിട്ടുള്ള എന്നെപ്പോലുള്ള കുറേ ആൾക്കാരെയും കാണാൻ സാധിച്ചു. ഇതിപ്പോൾ സൈഡിൽ കൂടെ നോക്കുവാണെന്ന് എനിക്ക് കാണാൻ സാധിക്കും. ബോൾട്ടും അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ സൈക്കിളിൽ ഓടുന്ന ആൾക്കാരെയാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓർഡറുള്ള ഒരു ദിവസമാണ്. ഒരറ്റം തൊട്ട് ഇനി അറ്റം വരെ നിറച്ചും ഫുഡ് സ്പോട്ടുകളുടെ പേട്ടയാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡുകളിലാണെങ്കിലും അതുപോലെ കിന്നാരം അതുമാത്രമല്ല, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് അവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം. അതുകൂടാതെ ആ ദിവസങ്ങളിലാണെങ്കിൽ അത്യാവശ്യം ഓർഡർ ഉണ്ടാവും. ബാക്കിയുള്ളവരുടെ ദിവസങ്ങളുടെ വെക്കേഷനാണ്. ആ ദിവസമാണ് അവരുടെ ഇൻകം ഏൺ ചെയ്യാനുള്ള ടൈം. നിങ്ങൾ കാണുന്ന പോലെ കവനസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, കവനസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഹബ്ബ് സ്പോട്ട് മാത്രമല്ല, അവിടുത്തെ ഗവൺമെൻറ് പ്രത്യേകമായി ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടായിട്ട് പ്രത്യേകിച്ച് കൗനാസ്റ്റിക് എന്നുള്ള ഒരു രീതിയിൽ അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഓഫീസാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഏകദേശം 2 വർഷം മുമ്പേ കവനാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ കവനസ് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് കിട്ടുക്കാച്ചി ഒരു പ്രോഗ്രാമായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല, അതുകൊണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വ്ളോഗ് ചെയ്യേണ്ടതായിട്ടുള്ള അടിപൊളി ഒരു കാഴ്ച തന്നെയായിരുന്നു. അപ്പം അതൊക്കെയായിരുന്നു ഇവിടുത്തെ കവനസിൻ്റെയൊക്കെ മെയിൻ ഓരോരോ കാര്യങ്ങൾ. ഇപ്പം നിങ്ങളിപ്പോൾ കവനസി വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ ടൂറിസ്റ്റായിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കവനാസ്റ്റിക്കിൻ്റെ ഓഫീസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക്